ജയിലർ 2 രജനീകാന്തിൻ്റെ ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മാമുക്കോയുടെയും അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട് കഴിഞ്ഞിട്ടേ നമ്മളിപ്പോൾ പോകുന്നത് ഒരു സിനിമ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്നല്ല, ഒന്ന് രണ്ട് ലൊക്കേഷൻസ് ഉണ്ട്. ജയിലർ 2, അതുപോലെ തന്നെ അദ്വൈതം, ആര്യൻ, ലിസ, പരുന്ത്, ഇതൊക്കെ ഷൂട്ട് ചെയ്ത കോഴിക്കോട് ഒരു പ്രധാന ലൊക്കേഷൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ജയിലർ 2ൻ്റെ ലൊക്കേഷനാണ്. ഇത് ചെറുവണ്ണൂർ ബേപ്പൂർ റോഡാണ്, BC റോഡ്. ഇവിടെയാണ് നമ്മുടെ അദ്വൈതവും അതുപോലെ തന്നെ രജനിയുടെ പുതിയ പടമൊക്കെ ഷൂട്ട് ചെയ്തത്. നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് കണ്ടു നോക്കാം. കയറി കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. രജനീകാന്തിൻ്റെ ജയിലർ 2 എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഒന്ന് കണ്ടോ. കോഴിക്കോട് ബേപ്പൂർ ചെറുവണ്ണൂരിനടുത്താണിത്. കുട്ടിയൊക്കെ അല്ലേ? അതിൻ്റെ ഉള്ളിലാണ് ജയിലർ 2ൻ്റെ ഒക്കെ ഷൂട്ടിങ് കുറേ നടന്നത്. അതുപോലെ തന്നെ അദ്വൈത സിനിമയുടെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ഷൂട്ടിങ് സമയത്തെ രജനീകാന്ത് ഈ ഗേറ്റിൽ കൂടെ ഒക്കെ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തൊരു സീനുണ്ടായിരുന്നു. അത് സിനിമയിലല്ല, അല്ലാതെ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇത് ചെറുവണ്ണൂർ ബേപ്പൂർ ഇതിനിടയ്ക്കുള്ള സ്ഥലമാണ്. രജനീകാന്തേ ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ഓപ്പൺ കാറിലും കൊണ്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഈ റോട്ടിലൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. കണ്ടില്ല സീന്? ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു അത്. ഇതിലങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ റോട്ടിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും അഭിസംബോധന ചെയ്താൽ പോയത്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല, ഗേറ്റ് അടച്ചേക്കായിരുന്നു. അദ്വൈതം എന്ന സിനിമയും അതുപോലെ തന്നെ ജയിലർ 2ൻ്റെയൊക്കെ പ്രധാന ലൊക്കേഷൻ ഇവിടെയായിരുന്നു. ഒരു ഓട്ട് കമ്പനിയാണ്, അതുപോലെ തന്നെ അവിടെ ഒരു ബംഗ്ലാവും ഉണ്ട്. പഴയ ഒരുപാട് പടങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ചങ്ങാതി വെട്ടിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ചാടി കിടത്തിട്ട് വെട്ടിച്ച് കുതിര വാങ്ങാൻ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. മറ്റൊരു പടം എന്ന് പറഞ്ഞാലേ ആര്യൻ സിനിമയിലെ ഒരു സീനുണ്ട്. ആ ഷൂട്ട് ചെയ്തൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നതേ ഫറൂഖ് പഴയ പാലം, അതിൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അതാണിത്. ഈ പാലത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതുക്കി പണിതപ്പോൾ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നൊരു സീനുണ്ട്. ഇത് രാത്രി ഉണ്ടല്ലോ, ഈ പാലം ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് LED ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിമനോഹരമായിട്ട് അണിഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന സമയമുണ്ട്. നമ്മളിതുവരെ രാത്രിയിൽ ഇതിനെ സഞ്ചരിച്ചിട്ടില്ല, പക്ഷേ നമ്മളത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പാലത്തിലൂടെ ഒരുപാട് സിനിമകൾ പഴയത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാലത്തിന്റെ മുകളിൽ ഇത് രാത്രി നല്ല രസമായിരിക്കും. ഇവിടുന്ന് ബഹദൂർ ഇങ്ങോട്ട് വരും, രവികുമാറും സീനി ഇതിന്റെ അപ്പുറത്തൂടെ അങ്ങോട്ട് കിടക്കുന്ന സീന്. ആണോ? അതേ സിനിമ ശക്തി തന്നെ. പിന്നെ ആ നേരെ കാണുന്ന സ്ഥലം ഒഴിഞ്ഞ സ്ഥലം അങ്ങാടിക്കപ്പുറത്ത് നടന്ന പടത്തില് മോഹൻലാലിന്റെ പാട്ടത്തിന്റെ വിശേഷിന്റെ അത് പാലം കയറി കാണാം. ആര്യ സിനിമയിൽ മോഹൻലാൽ കാർ ഓടിച്ച് പോകുന്ന സീനുണ്ട്, കണ്ടില്ലേ? അത് ഈ പാലത്തിലൂടെ ആയിരുന്നു. ഒരുപാട് മലയാള സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പാലമാണ് ഫറൂഖിലെ ഈ പഴയ പുതിയ പാലം. കാണുന്നല്ലേ? അവിടെ പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതേ
ഒരുപാട് സിനിമയുടെ ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് സർപ്പം, ലിസ, ആര്യൻ, പരുന്ത്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കിടിലൻ തറവാട് വീടുണ്ട്. അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം അത് വർക്കൊന്നുമില്ല, ഹോട്ടലായിട്ട് മാറിയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ എന്താ രസമല്ലേ കാണാൻ. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ഇവിടെ ഗേറ്റ് പൊട്ടിയിട്ടിരിക്കുകയാണ്. എന്നെ ഇതിനൊക്കെ സഹായിക്കുന്നതേ നൗഷാദിക്കാണ്. അപ്പോൾ നൗഷാദിക്ക് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, കയറാൻ വല്ല വഴിയുണ്ടോ നോക്കാൻ വേണ്ടി പോയിരിക്കുക. ഒരു ഹോട്ടലായിരുന്നു, ഇപ്പോൾ പൂട്ടിയിട്ടേക്കാണ്. നമുക്ക് അവിടേക്ക് കിടക്കാനില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ തറവാട്, അതായത് മോഹൻലാൽ ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ സ്റ്റണ്ട് സീനൊക്കെ ഷൂട്ട് ചെയ്ത ആ വീടാണ്. ഇതിപ്പോൾ ഒരു ഹോട്ടലാണ്, ഇപ്പോൾ അടച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഞാൻ പുറത്തുനിന്ന് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചത്, നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രം കേട്ടോ. പോകാൻ പറ്റില്ല. ഞങ്ങളങ്ങോട്ട് കിടക്കാൻ പറ്റുമോ നോക്കുകയാണേ, ഒന്ന് പോയി നോക്കാം. ഇത് വേറൊരു വഴിയാണ്. അപ്പോൾ ജസ്റ്റ് കിട്ടുകയാണെങ്കിൽ കുറച്ച് ദൂരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. നൗഷാദിക്കൊക്കെ ഇവിടെ പരിചയമായതുകൊണ്ട് നൗഷാദിക്ക് ഒരു വഴി കാണിച്ചു തന്നാണ്. അതിനിപ്പുറത്തോടുള്ള സൈഡിലൂടെ നൗഷാദിക്ക് മുന്നിൽ പോവാണ്. ഇതിന് മുന്നിൽ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഹോട്ടലായിരുന്നു, ഇപ്പോൾ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾ വേറൊരു ഇടവഴി കൂടിയാണ് ഇങ്ങോട്ട് കടന്നത്. ആ ഗേറ്റ് കൂടിയിട്ടൊക്കെ ആയിരുന്നു. ആ ജനലിൽ നിന്ന് താഴോട്ട് ചാടിയല്ലേ ആ ക്ലൈമാക്സിന്. ആ ക്ലൈമാക്സിന് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും. ആ ജനല് അതുകൂടെ മുകളിലേ, ആ മുകളിൽ നിന്നാണ് ഈ താഴോട്ട് ചാടിയിട്ട് വില്ലന്മാരെ വെടിയേക്കുന്നത്. ആ ക്ലൈമാക്സിന് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും. ആ ജനല് ഇവിടെ മുകളിലേ, ആ മുകളിൽ നിന്നാണ് ഈ താഴോട്ട് ചാടിയിട്ട് വില്ലന്മാരെ വെടിയേക്കുന്നത്. 800 കാർ മാരുതിൻ്റെ, അത് ട്രെൻഡായി തീർന്നു. മോഹൻലാൽ ഇതാ ഈ വഴി കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഞാൻ കാണിച്ചില്ലേ ഇപ്പോൾ ഈ മുറ്റത്താണ് അവരുടെ സ്റ്റണ്ട് സീന് പ്രധാനമായിട്ടും ചിത്രീകരിച്ചത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമ്മുടെ ലാലേട്ടൻ്റെ ആര്യൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അവിടെ നിന്ന് ഞാനും നൗഷാദിക്ക് ഈ വീട് ആരും മാത്രമല്ല, പരുന്ത്, ലിസ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ്. ഫറോക്ക് ടൗണാണിത്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല ട്രെയിൻ പോകുന്നത്. അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. കോഴിക്കോട്ടെ മറ്റൊരു അടിപൊളി സ്പോട്ടുണ്ട് ഫറോക്ക് തന്നെ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ.